പാണ്ഡുനന്ദനല്ല പാണ്ഡവർ അന്യജാതരിതല്ലയോ. ഇതൊരു വലിയ പ്രശ്നമാണ്. അന്യജാതരായിരുന്നു. ഇനി കുറച്ചുകൂടെ പിന്നോട്ട് പോയാൽ വ്യാസന്റെ പുത്രന്മാരായിരുന്നു. ഇവരുടെ ഒരു മൂപ്പിളമ പ്രശ്നം, രാജ്യാധികാരം കൈമാറ്റം ചെയ്യുന്നതിലെ ഈ പ്രശ്നം യയാതിയിൽ നിന്ന് ആരംഭിക്കുന്നു. പരമ്പരയെ തിരിച്ചുവിട്ടുകൊണ്ട് മറ്റാർക്കും കൊടുക്കാതെ പൂരുവിലേക്ക്, ഇളയ പുത്രനിലേക്ക് മൂത്ത പുത്രന് കൊടുക്കാതെ തിരിച്ചുവിട്ട പ്രശ്നം യയാതിയിൽ നിന്ന് തന്നെ ആരംഭിക്കുന്നുണ്ട്. ഈ ഒരു സങ്കീർണമായ ഘടനയിൽ നിന്നുകൊണ്ട് ഇങ്ങനെയാണ് ഇതിനൊരു നിഷ്പക്ഷമായ ചിന്തയിലേക്ക് എത്തിച്ചേരുന്നത്. നീതിയും ന്യായവും നിയമവും ധർമ്മത്തിന് അധീനമാണ്. ഈ 3 ഘടകങ്ങളുടെ മുകളിലാണ് ധർമ്മം. നീതിക്കും ന്യായത്തിനും നിയമത്തിനും ഒരു പ്രമാണം ആവശ്യമാണ്. അത് പ്രമാണത്തിൽ കൂടി അത് ന്യായീകരിക്കാനും നീതീകരിക്കാനും നിയമിപ്പിക്കാനും പറ്റുള്ളൂ. ധർമ്മസ്യ പ്രഭുരച്യുത, ധർമ്മത്തിൻ്റെ പ്രഭു അച്യുതനാണ്. ധർമ്മം ഏറ്റവും മുകളിൽ നിൽക്കുന്നതാണ്. അതിൻ്റെ മുകളിലൊന്നില്ല, അതിന് പ്രമാണം മറ്റൊന്നുമില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ അളക്കുന്ന മുഴുവൻ നീതിന്യായങ്ങളും നിയമവും വെച്ചാണ്. ഇങ്ങനെ നീതിന്യായങ്ങളുടെയും നിയമങ്ങളുടെയും വഴിയിൽ കൂടി പോയിട്ട് ആരാണ് ആദ്യം ഉണ്ടായത്, ആരാണ് പിന്നെ ഉണ്ടായത്, രാജ്യത്തിന് സ്വത്തിൻ്റെ അവകാശം, ഇങ്ങനെ ഒരു തർക്കം എവിടെയെങ്കിലും ഉദ്ഭവിപ്പിച്ച് 2 പക്ഷങ്ങളായി നിന്ന് യുദ്ധം ചെയ്ത് ഒരു ജന്മവും ഒരു ജീവിതവും ഒരു ഭാരത സങ്കല്പവും തകർത്ത് കളയാനുള്ളതല്ല എന്ന് വ്യാസൻ പഠിപ്പിക്കാം ഇതിൽ കൂടി. അപ്പോൾ ഇതല്ല നമ്മുടെ ചർച്ചയുടെ വിഷയം. ധർമ്മമാണ് വരേണ്ടത്. ഇത് അതിൻ്റെ താഴെ നിൽക്കുന്ന വിഷയങ്ങളാണ്. അപ്പോഴപ്പോഴത്തെ നീതിക്കും ന്യായത്തിനും നിയമത്തിനും അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നതാണ്. അത് ധർമ്മമല്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു വലിയ ദുരന്തമാണ് യുദ്ധത്തിൽ കലാശിച്ചത്. അവിടെ മുതൽ തുടങ്ങിയ തർക്കമാണ് യുദ്ധത്തിൽ കലാശിക്കാൻ കാരണം. അത് നീതിയുടെയും നിയമത്തിൻ്റെയും ന്യായത്തിൻ്റെയും വഴി കൂടി പോയിട്ടാണ് ധർമ്മം കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് അന്വേഷിക്കേണ്ട ധർമ്മ വിഷയത്തെക്കുറിച്ചാണ്, ഇതിനെക്കുറിച്ചല്ല. പക്ഷേ നീതിന്യായത്തിന് വഴി കൂടി പോയി കഴിഞ്ഞാൽ ഈ പാണ്ഡവ കൗരവ 2 വിധത്തിലുള്ള ആ 2 കുടുംബ കഥകളിലെയും ഇതിനെ ഒന്നിച്ച് കൗരവരെന്നും പാണ്ഡവരെന്നും പേര് വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കൗരവരുടെ പേരിൻ്റെ കാരണം കുരു വംശമാണ്. അതൊരു സ്ഥലത്തിൻ്റെ പേരാണ്. അതിൽ നിന്നാണ് ഉണ്ടായത്. അതുകൊണ്ട് ആ സ്ഥലത്ത് ജീവിച്ചവരെ കൗരവർ എന്ന് വിളിക്കാവുന്നതുകൊണ്ട് പാണ്ഡവരെയും വിളിക്കാം, കൗരവരെയും വിളിക്കാം. പാണ്ഡവർക്ക് മാത്രമാണ് പാണ്ഡുവിൻ്റെ പുത്രൻ. മറ്റവർക്ക് ധാർത്തരാഷ്ട്രന്മാരെന്ന് ഇവർ പറയാം. അല്ലെങ്കിൽ വ്യാസൻ്റെ പുത്രന്മാരാണ് ഇവരെല്ലാം. പിന്നെ വ്യാസൻ സത്യവതിയുടെ നിർദ്ദേശമനുസരിച്ചിട്ടാണ് ഈ കുടുംബ പാരമ്പര്യത്തെ നിലനിർത്തുവാൻ എത്തിച്ചേരുന്നത്. സത്യവതിയിൽ കൂടി വളർന്നു വരുന്ന ഒരു പരമ്പരയായിട്ട് മാത്രമേ നമുക്കിതിനെ കാണാൻ പറ്റുകയുള്ളൂ. സത്യവതിയിൽ കൂടി കടന്നു വന്ന ഈ പരമ്പരയിൽ ഇപ്പം ധൃതരാഷ്ട്രരും പാണ്ഡുവും വിതുരരും 3 പേരായി. അതിനു മുമ്പ് മുതലേ ഈ വിഷയം ഉണ്ട്, അവിടെ മുതലേ ഉണ്ട്. ഈ പറഞ്ഞ പോലെ യയാതി, അതുപോലെ അവിടെ പുരു, ഈ വംശപരമ്പരയിലൊക്കെയും ഈ വിഷയങ്ങൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുന്നുണ്ട്. അതെല്ലാം രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയിലോ നീതി വ്യവസ്ഥയിലോ ന്യായവ്യവസ്ഥയിലോ കുരുക്കിലോ അകപ്പെട്ട് അതിങ്ങനെ ആവാം എന്ന് നിയമങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ആ നിയമത്തിന് അമെൻമെൻറ്റുകൾ ഇഷ്ടംപോലെ നമുക്ക് വരുത്തുകയും ചെയ്യാം. അത് സാഹചര്യം സന്ദർഭം അനുസരിച്ച് രാജ്യത്തിൻ്റെ നന്മയ്ക്കോ അവിടെ പ്രജകളുടെ ക്ഷേമത്തിനോ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയൊക്കെ ചെയ്യാവുന്നതാണ്. അതൊക്കെ ചെയ്യുന്നുമുണ്ട്. അതിനേക്കാൾ ഉപരിയാണ് ധർമ്മം എന്ന് പറയാൻ പുറപ്പെട്ടതുകൊണ്ടാണ്. പക്ഷേ ഇവിടെ ഈ നീതിന്യായ വകുപ്പിലേക്കാണ് നമ്മൾ കിടന്നകപ്പെട്ടത് മുഴുവൻ. അങ്ങനെ അകപ്പെട്ടാൽ പരസ്പരമുള്ള തർക്കവും ചർച്ചയും വന്നിട്ട് യുദ്ധത്തിലേക്ക് പോകും. അത് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ഇവിടെ ഇവരിൽ ആർക്കാണ് അവകാശം ചോദിച്ചാൽ, ഇപ്പം സ്വാമിജി പറഞ്ഞ പോലെ ജാത്യന്ധനായ ധൃതരാഷ്ട്ര രാജ്യം ഭരിക്കാനാവില്ല എങ്കിലും അവകാശം ധൃതരാഷ്ട്രക്കാണ്. അതുകൊണ്ട് ധൃതരാഷ്ട്രരുടെ മേൽനോട്ടത്തിലാണ് പാണ്ഡുരാജ്യം ഭരിക്കുന്നത്. അപ്പോൾ ധൃതരാഷ്ട്ര കാരണം അശ്വമേധയാഗം ചെയ്ത ധൃതരാഷ്ട്ര, പാണ്ഡുവല്ല, രാജാവ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ ഒരു മട്ടിൽ രാജ്യാധികാരത്തിൻ്റെ ധാർമ്മികമായ ഒരു കൂടിയ ഭാഗവും അവിടെ ധൃതരാഷ്ട്രത്തിലാണ്. ബാക്കി ഭാഗങ്ങളാണ് കണ്ണുകൊണ്ട് കണ്ടു ചെയ്യാൻ പറ്റുന്ന മറ്റു ഭാഗങ്ങളെ മാത്രമേ അദ്ദേഹത്തിന് കൊടുത്തു. അങ്ങനെ എപ്പോഴും അധികാരി ഏറ്റവും മൂത്ത ആൾ എന്നുള്ള മട്ടിൽ അത് തന്നെയാകും. ഇവിടെ പിന്നീട് വന്ന ഗാന്ധാരിയുടെ ഗർഭത്തിലുണ്ടായ ദുര്യോധനും കുന്തിയുടെ ഗർഭത്തിൽ, അല്ലെങ്കിൽ കുന്തി പ്രസവിച്ച ആണല്ലോ, അല്ലാതല്ലോ, ഉണ്ടായ പുത്രന്മാരിൽ പാണ്ഡവന്മാരിൽ വെച്ച് കഴിഞ്ഞാലും ആദ്യമുണ്ടായത് അവിടെ ധർമ്മപുത്രനാണ്. ധർമ്മപുത്ര ജനിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഗാന്ധാരിക്ക് ആശങ്കയുണ്ടായത്.
ഇത്രയും 2 വർഷമായിട്ട് തൻ്റെ ഗർഭം എന്ത് ചെയ്യുന്ന പ്രസവിക്കുന്നില്ല. എന്തെങ്കിലും കുഴപ്പമാണോ, ആശങ്കയാണോ, ഇനി ക്ഷമിക്കാൻ പറ്റില്ല, സഹിക്കാൻ പറ്റില്ല. രാജ്യാധികാരത്തിൻ്റെ പേരിലുള്ള ആദ്യമേ ഞാൻ പറഞ്ഞു, ഗാന്ധാരിയുടെ സ്വഭാവത്തിൽ കടന്നുകൂടിയിരുന്ന ഈ ഒരു രാജ്യത്തിനുള്ള പ്രതിപത്തിയും ആകാംക്ഷയും ഇത് കുഞ്ഞിലെ മുതലേ രാജ്യത്തു നിന്ന് കിട്ടി വന്നപ്പം തന്നെ ഉള്ളതുമാണ്. അതിൻ്റെ ഒരു പരിസ്ഫുരണമായിട്ടാണ് അവർ. അപ്പോൾ രണ്ടാമതുണ്ടായതാണ് വാസ്തവ ദുര്യോധനൻ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ യുധിഷ്ഠിരൻ രാജ്യാവകാശി ആവണം. പക്ഷേ ദുര്യോധനൻ ഇവിടെ ധൃതരാഷ്ട്രയുടെ പുത്രൻ എന്നുള്ള മട്ടിൽ കണ്ടാൽ, ഗാന്ധാരിയുടെ പുത്രൻ എന്നുള്ള മട്ടിൽ കണ്ടാലും ഇദ്ദേഹത്തിന് ഏറ്റവും സീനിയർ മോസ്റ്റ് എന്നുള്ള മട്ടിൽ ഒരവകാശം കിട്ടാവുന്നതാണ്. ഈ തർക്കം രൂക്ഷമായപ്പോഴാണ് ധർമ്മസ്യ പ്രഭുരച്യുത എന്ന പേരിൽ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ ഇടപെട്ട് രാജ്യത്തെ 2ആയിട്ട് പകുത്ത് 2 പേർക്കും തുല്യമായി വിധിച്ചു കൊടുത്ത് തൽക്കാലത്തെ നിയമപ്രശ്നം പരിഹരിച്ചു. ഈ നിയമങ്ങളും നീതിയും ന്യായവും പരിഹരിക്കാൻ ധർമ്മമാണ് ഉപയോഗിക്കേണ്ടത്. ശ്രീകൃഷ്ണൻ്റെ സംഗതികരണം ഉണ്ടാകുന്നതുവരെ ധർമ്മത്തെക്കുറിച്ച് ഇവർക്ക് വിചാരമുണ്ടായിരുന്നില്ല. എപ്പോഴാണോ കൃഷ്ണനുമായിട്ടുള്ള സംയോഗം ഉണ്ടായത് അപ്പോഴാണ് ധർമ്മം എന്താണെന്ന് അറിയാനും അത് നടപ്പാക്കാനും അവർ യത്നിച്ചത്. അപ്പോൾ മുതൽ ഇത് യുദ്ധത്തിലേക്ക് കലാശിക്കുന്നിടം വരെ വിജയകരമായി കൊണ്ടുപോകാൻ ശ്രീകൃഷ്ണൻ്റെ സാന്നിധ്യം ഇവരുടെ കൂടെ ഉണ്ടായി. ധർമ്മപക്ഷത്തിന് ആത്യന്തികമായി വിജയം ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളത് കൊണ്ട് നീതിന്യായത്തെക്കുറിച്ചല്ല നമ്മൾ ഈ മഹാഭാരത കഥയെക്കുറിച്ച് പഠിക്കുമ്പോൾ ധർമ്മവിചിന്തനമാണ് ചെയ്യേണ്ടത് എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ആശയം.